ഹലോ, എന്താണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണം എന്ന് വിചാരിക്കുന്നു. ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഷാർജയിലാണ്. അപ്പോൾ ഒരു കുഞ്ഞു ബർത്ത്ഡേ സെലിബ്രേഷനാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാർട്ടിൻ ചേട്ടൻ്റെയും ഷാൽറ്റിൻ്റെയും മൂത്ത മകനായ എഡ്വിൻ്റെ ബർത്ത്ഡേ ആണ്. എഡ്വിനും ഏണസ്റ്റും തമ്മിൽ ഒരു 5 days വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ആദ്യം എഡ്വിൻ്റെ ബർത്ത്ഡേ, അത് കഴിഞ്ഞിട്ടാണ് ഏണസ്റ്റിൻ്റെ ബർത്ത്ഡേ വരുന്നത്. ഇപ്രാവശ്യം വെക്കേഷന് ആയതുകൊണ്ട് ഞങ്ങൾ നാട്ടിൽ പോകാത്തത് കൊണ്ടും ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട് ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ നമ്മളെ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞു. അതിന് ചെറിയ കുഞ്ഞു കുഞ്ഞു ഡെക്കറേഷൻ പരിപാടികളാണ് ഉള്ളത്. ബർത്ത്ഡേ സ്പെഷ്യൽ കേക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. ഡിബ്ബ ബേക്കറി എന്നാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. കേക്കിൻ്റെ തീമാണ് രസം. കുട്ടികളൊക്കെ വളർന്നിരിക്കുന്നു. PS5 തീമിലാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതാ ഒരുക്കങ്ങൾ ഒരുവിധമൊക്കെ പൂർത്തിയായി കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ ബർത്ത്ഡേ ബോയും എല്ലാവരും റെഡിയായി. ഇനി അവൻ്റെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ. രണ്ട് പെങ്ങന്മാർക്കും കൂടിയുള്ള ആകെയുള്ള ഒരു ആങ്ങളക്കുട്ടിയാണ് എഡ്വിൻ. അപ്പോൾ ചക്കയും കുഞ്ഞാറ്റയാണ് കേട്ടോ അവർ. അപ്പോൾ ചെറിയ രീതിയിലുള്ള ഒരു ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കേക്കും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കി നമ്മൾ വെയിറ്റ് ചെയ്ത് തന്നവരെല്ലാവരും എത്തി. അപ്പോൾ ഇനി ബാക്കിയുള്ള കലാപരിപാടിയിലേക്ക് നമ്മൾ കിടക്കുകയാണ്. എല്ലാവരെയും നിർത്തി ഫോട്ടോ എടുക്കാനുള്ള പങ്കപ്പാടിലാണ്. കാരണം ഒരാൾ നോക്കുമ്പോൾ മറ്റാൾ നോക്കില്ല, മറ്റാൾ നോക്കുമ്പോൾ പിന്നത്തെ ആൾ നോക്കില്ല. അങ്ങനെ ഒരുവിധം ഞങ്ങളെല്ലാവരെയും നിർത്തി ഒരു ഫോട്ടോ അങ്ങനെ എടുത്തു. ഇതാണ് നമ്മുടെ മാർട്ടിൻ ചേട്ടനും ഷാലറ്റും. ഇപ്പോഴാണ് ഫാമിലി ഫുൾഫില്ലായത്. എല്ലാവരും നല്ല ഹാപ്പിയിലാണ് കേട്ടോ, പ്രത്യേകിച്ച് എഡ്വിൻ. കാരണം നമ്മൾ ചെറുപ്പത്തിൽ ബർത്ത്ഡേ ആഘോഷിക്കുന്നുണ്ടെങ്കിലും കുറച്ച് വലുതായിട്ട് ആഘോഷിക്കുന്നതിലാണ് രസമുള്ളത്. ചെറുപ്പത്തിൽ നമുക്കൊരു ഓർമ്മയുണ്ടാവില്ലല്ലോ. ഇപ്പോഴാണെങ്കിൽ ഒരു ധാരണയും പിന്നെ അവരുടെ ഫ്രണ്ട്സിനൊക്കെ വിളിക്കാന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്.
അങ്ങനെ എല്ലാവരും എഡ്വിന് വന്ന് കേക്കും അതുപോലെ വിഷ് ചെയ്യുകയൊക്കെ ചെയ്യാണ്. അങ്ങനെ എല്ലാവർക്കും കേക്കൊക്കെ മുറിച്ച് കൊടുത്തു. കേക്കൊക്കെ അടിപൊളിയായിരുന്നു. അതിനുശേഷം എഡ്വിൻ്റെ ഫ്രണ്ട്സ് അവന് ഒരു സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ആ സർപ്രൈസ് നമുക്ക് കാണാം കേട്ടോ. അങ്ങനെ എഡ്വിൻ ഒരു സ്നോമാനായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഞങ്ങളുടെ കൊച്ചു ബർത്ത്ഡേ സെലിബ്രേഷൻ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. ആരും കാണാൻ മറക്കരുത്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു.